ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കഴിഞ്ഞ് വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലെ വിശേഷമാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നല്ലൊരു അടിപൊളി വിശേഷം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേദയാണെങ്കിൽ വിക്രത്തിനോട് യാത്ര പറഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വേദയുടെ അച്ഛനെ രക്ഷിക്കുന്നത് വിക്രമാണ്. അപ്പം അതുകൊണ്ട് ഒരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട് വിക്രം. നിൻ്റെ അച്ഛനെ ഞാൻ രക്ഷിക്കാം, പക്ഷേ നീ അങ്ങനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് പോകണമെന്ന് പറയാണ്. അതനുസരിച്ചിട്ട് വേദ വീട്ടിലേക്ക് പോകാൻ തയ്യാറാകുക. അപ്പോൾ താലിമാല കൂടി ഊരി കൊടുത്തിട്ട് പോകണമെന്ന് പറയുമ്പം വേദ അതൊന്നും സമ്മതിക്കുന്നില്ല, പോവാണ്. അതിനൊക്കെ ശേഷം വിക്രത്തിന് മിസ് ചെയ്യാണ്, വേദയെ വല്ലാതെ മിസ് ചെയ്യാണ്. അപ്പോൾ വേദ എഴുതി ഒരു ഡയറിയൊക്കെ എടുത്തിട്ട് വിക്രം വായിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കൊക്കെ തീരെ കുറവാണ്, ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേദ പറയുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. വിക്രം അതിൻ്റെ പേരിലൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയാണ്. എന്തു പറഞ്ഞാലും ഞാൻ ആ വാക്ക് പാലിക്കുമെന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, മോളെ ഇതിത്തിരി കടന്ന കൈയായി പോയില്ലേ. ഇത്രയും നാൾ നീ ഇവൻ്റെ ഭാര്യയായിട്ട് ഇവിടെ നടന്നിട്ട് ഇനിയിപ്പം നീ തിരിച്ച് നിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വേദ പറയാണ്, അതല്ലമ്മേ, വിക്രത്തിനോട് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു. എൻ്റെ അച്ഛനെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചാൽ വിക്രം പറയുന്നത് എന്തോ അനുസരിക്കാമെന്ന്. അപ്പോൾ വിക്രം എന്നോട് ആവശ്യപ്പെട്ടത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ഈ വീട് വിട്ടു പോകണം, നീ തിരിച്ച് നിൻ്റെ വീട്ടിലേക്ക് പോകണം, എനിക്കൊരു ശല്യമായിട്ട് ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ലെന്നാണ്. അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയാം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് പോകുന്നതൊക്കെ കൊള്ളാം, ദേ ആ താനി കൂടി ഇങ്ങ് അഴിച്ചു വെച്ചിട്ട് പോയാൽ മതി, അതിൻ്റെ പേരിലല്ലേ നീ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ വേദ പറയുന്നുണ്ട്, അതുമാത്രം എന്നോട് പറയരുത്. ഈ താലി നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടിയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെൻ്റെ കഴുത്തിൽ തന്നെ കിടന്നോട്ടെ, ഞാൻ ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്താനൊന്നും വരില്ല, അതുകൊണ്ട് അതെൻ്റെ കഴുത്തിൽ കിടന്നോട്ടെ എന്ന് പറയാം. ഉടനെ തന്നെ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ, കഴുത്തിൽ തന്നെ കിടന്നോട്ടെ എന്ന് അവൾ പറയുന്ന കേട്ടില്ലേ. നീ ഇങ്ങോട്ട് വന്നപ്പം വെറും ഒരു മഞ്ഞ ചരടിൽ ഒരു താലിയായിട്ടല്ലേ വന്നത്. ഇപ്പം ഈ കഴുത്തിൽ കിടക്കുന്ന മാലയുണ്ടല്ലോ, ആ സ്വർണ്ണമാല എൻ്റെ അമ്മായിയമ്മ നിനക്കായിട്ട് വാങ്ങി തന്നതല്ലേ. എന്തിനാ നീ തിരിച്ചു പോകുമ്പം അത് കൊണ്ടുപോകുന്നത്? അതിവിടെ വെച്ചിട്ട് ആ മഞ്ഞച്ചാറിലില്ല താലി കെട്ടിയിട്ട് പോയാൽ മതി എന്ന് പറയുക. അപ്പോൾ ഉടനെ കമല പറയുക, എന്താ നന്ദിനി നീ ഈ പറയുന്നത്? നിനക്ക് ആരാ അധികാരം തന്നത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അവൾ ആ മാല ഞാൻ അവൾക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് അതിനി തിരിച്ചെനിക്ക് വേണ്ട, അത് അവളുടെ കഴുത്തിൽ തന്നെ കിടന്നോട്ടെ, അതിനൊന്നും ആരും അവകാശം പറഞ്ഞുകൊണ്ട് വരികയും വേണ്ട. അങ്ങനെ വേദ പറയാണ്, ഞാൻ പോയിക്കോളാം വീട്ടിലേക്ക് എന്ന് പറയാം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വാ ഞാൻ കൊണ്ടുവിടാമെന്ന് പറയാം. അപ്പോൾ മാഷും പറയാണ് കേട്ടോ, എന്തിനാ മോളെ നീ പോകുന്നത്? നീ അങ്ങനെ പോവൊന്നും വേണ്ട, നിന്നെ ഒന്നിൻ്റെ പേരിൽ നിർബന്ധിച്ച് ആർക്കും ഇവിടുന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. കാരണം ഈ നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വന്ന് താമസിച്ച ഇനിയിപ്പോൾ ഇവ നിർബന്ധിച്ചാൽ നീ പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വേദ പറയാണ്, ഇല്ലച്ചാ ഞാൻ പോവും, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. ഇപ്രാവശ്യം വിക്രം എന്നോട് ആവശ്യപ്പെട്ട ഇങ്ങനെ ഒരു കാര്യമാണ്, അതുകൊണ്ട് അതെൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് തട്ടിയത്, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയാം. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ശ്രീജയ്ക്കൊക്കെയാണ് ഭയങ്കര വിഷമമായിട്ട് ശ്രീജ കരയുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ വേദ അവിടുന്ന് ഇറങ്ങാണ്. വിക്രം പറയുന്നുണ്ട്, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞ് വിക്രത്തിൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്നാണ് വേദ പോകുന്നത്. ബാഗൊക്കെ കയ്യിലുണ്ട്. ആകെ മൊത്തം വിഷമിച്ച് സങ്കടപ്പെട്ട് ഒന്നും സംസാരിക്കാതെയാണ് കേട്ടോ വേദ പോകുന്നത്. അങ്ങനെ അവിടെ കൊണ്ടുചെല്ലുകയാണ് കേട്ടോ. വേദയുടെ വീട്ടിൻ്റെ വാതിൽക്ക് കൊണ്ട് ചെന്ന് വിക്രം നിർത്തുകയാണ്. നിർത്തിയിട്ട് അവിടെ കോളിംഗ് ബെല്ലടിക്കുക. കോളിംഗ് ബെല്ലടിക്കുമ്പം ശങ്കരനാരായണനും ശ്രീകാന്തും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം പറയാണ്, ദേ നിങ്ങളുടെ മോളെ ഞാൻ ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട്, അങ്ങോട്ട് വന്നതുപോലെ തന്നെയാണ് അവിടെ തിരിച്ചു വരുന്നത്, യാതൊരു പ്രശ്നവും ഇല്ല. ദേ ഇപ്പം നിങ്ങളുടെ മോള് സ്വന്തം ഇഷ്ടത്തിന് തന്നെ വന്നതാ, ഇനി അവൾ തിരിച്ചങ്ങോട്ടൊന്നും വരില്ല, അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ടെന്ന് പറയാം. എന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഇവളവിടെ വന്ന് നിന്നതിൻ്റെ പേരിൽ നീ എന്നോട് ചെയ്തത് എന്താണെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ നിർബന്ധിച്ച് അവളെ കൊണ്ടുപോയതല്ല, അന്ന് എനിക്കൊരു തെറ്റ് പറ്റിയെന്നുള്ളതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇവളുടെ നിർബന്ധത്തിനാണ് ഇവളവിടെ നിന്നത്. ഇപ്പോൾ ഇവളെ ഞാൻ ഇവിടെ കൊണ്ട് വിട്ടിട്ടുണ്ട്, ഓക്കെ ബായ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് വിക്രം ഇറങ്ങുകയാണ്. അപ്പോൾ വിക്രം പോകുമ്പം വേദയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ്. ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വേദ. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, വാ മോളെ അകത്തേക്ക് വാ, നീ നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണോ വന്നതെന്ന് ചോദിക്കുക. അപ്പോഴേക്കും ശ്രീകാന്തം പറയുന്നുണ്ട്, ഇതെന്താടി അടുത്ത നാടകമാണോ എന്ന് ചോദിക്കുമ്പം വേദ പറയാണ്, ഇത് നാടകമൊന്നുമല്ല, ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വന്നതെന്ന് പറയുക. അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയുക, അവിടെ നിനക്ക് മടുത്ത് കാണുമല്ലേ, അവൻ നിന്നെ മദ്യപിച്ച് വന്നോ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അപ്പോൾ വേദ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഉപദ്രവവും വിക്രം ഉണ്ടാക്കിയിട്ടില്ല,
ഞാൻ അവിടെ വിക്രത്തിൻ്റെ കൂടെ ജീവിച്ച് എൻ്റെ ജീവിതം കൂടി നശിച്ചു പോയാലോ എന്ന് ഓർത്തിട്ടാണ് വിക്രം എന്നെ തിരിച്ചിവിടെ കൊണ്ടുവിടുന്നത്. എന്നോട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിർബന്ധിക്കുന്നതും അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. വിക്രം എപ്പോഴും പറയും അവനൊരു ഗുണ്ടയാണ്, അവൻ്റെ ജീവൻ എവിടെയെങ്കിലും വഴിയിൽ തീരേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ട് പോകരുത്, എൻ്റെ ജീവിതം നശിക്കരുത് എന്നൊക്കെ ഓർത്തിട്ടാണ് ആ നല്ല മനുഷ്യൻ അങ്ങനെ ചെയ്യുന്നത്. അച്ഛനെ ഇന്ന് ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് വിക്രമാണ്. ഞാൻ വിക്രത്തിനോട് ആവശ്യപ്പെട്ടപ്പം വിക്രം എന്നോട് പറഞ്ഞത് ഞാൻ ആ കാര്യം ചെയ്യാം, പക്ഷേ അതിന് പകരമായിട്ട് നീ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ പറയാനുള്ള കാരണവും വിക്രത്തിൻ്റെ സന്തോഷം മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും എൻ്റെ ജീവിതവും ഒക്കെ ആലോചിച്ചിട്ടാണ്. ആ വാക്ക് പാലിക്കാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് അച്ഛാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ അച്ഛൻ്റെ ജീവൻ എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് വേദ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അതേസമയം വിക്രമാണെങ്കിൽ തിരിച്ചു പോയിട്ട് വിക്രത്തിന് ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. ഇത്രയും നാളും അവിടെ ഉണ്ടായിരുന്ന വേദ പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ എങ്ങനെയാ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ. അവിടെ ചെല്ലുമ്പം വീടാകെപ്പാടെ ഉറങ്ങിയ അവസ്ഥയിൽ തന്നെ കിടക്കാണ്. അപ്പോൾ കമല വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രം നിനക്ക് ഭക്ഷണം എടുക്കട്ടെ? അപ്പോൾ വിക്രം പറയാണ്, നല്ല വിശപ്പില്ല അമ്മയെന്ന് പറയാം. അപ്പോൾ കമല പറയാണ്, അതെ വിശപ്പില്ല, ഇവിടെ ആർക്കും ഇന്ന് വിശപ്പില്ല. വേദയുണ്ടായിരുന്നപ്പം എന്ത് നല്ല അനക്കമുള്ള വീടായിരുന്നു. ഇപ്പോൾ അവൾ പോയി കഴിഞ്ഞപ്പം എന്തോ ഒരു മൂകത, എല്ലാവർക്കും വിഷമം, അച്ഛന് പോലും ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ് കയറി കിടക്കുകയാണ് എന്നൊക്കെ പറയുമ്പം വിക്രത്തിന് ഭയങ്കര വിഷമാവുക. വിക്രം റൂമിലൊക്കെ ചെന്നിരുന്ന വേദയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവളുണ്ടായിരുന്നപ്പം അങ്ങനെയായിരുന്നല്ലോ, എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ. വേദയുടെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പം വിക്രത്തിന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴും വിക്രം വേദയെക്കുറിച്ചിട്ട് ആലോചിക്കുക ഓരോ നിമിഷവും. പുറത്തേക്ക് പോകാൻ പോലും വിക്രത്തിനാകുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമിച്ച് വിക്രം പോയിട്ടൊക്കെ വരുമ്പം ആകെ വിഷമിച്ച് വരികയാണ്. കൂട്ടുകാരെല്ലാം വേദയെക്കുറിച്ച് ചോദിക്കുന്നു. അതെല്ലാം ഓർത്ത് റൂമിലേക്ക് പെട്ടെന്ന് തിരിച്ചു വന്ന് അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഡയറി അലമാരിയിൽ കാണുന്നത് കേട്ടോ. ആ ഡയറി കാണുമ്പം വിക്രം വെറുതെ ആ ഡയറി എടുത്തിങ്ങനെ നോക്കുമ്പം അത് വേദ എഴുതിയിരിക്കുന്ന ഡയറിയാണ്. അപ്പോൾ വിക്രത്തിന് ഭയങ്കര ഒരു ആകാംക്ഷ തോന്നുക, എന്തായിരിക്കും അവൾ എഴുതിയിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ആ ഡയറി എടുത്ത് വായിക്കണം. ഡയറി എടുത്ത് വായിക്കുമ്പം അതിൽ മുഴുവൻ ഓരോ വാക്കുകളും വിക്രത്തിനെക്കുറിച്ച് മാത്രമാണ് കേട്ടോ. വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് വേദ കടന്നു വന്നപ്പം തൊട്ടുള്ള ഓരോ കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുകയാണ്. അത് വായിക്കുമ്പോൾ വിക്രത്തിന് മനസ്സിലാവുകയാണ്, ഇവളെന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. വേദ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഞാൻ വിക്രത്തിനെ ഒരുപാട് ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. കാര്യം ഒരു നിർബന്ധത്തിൻ്റെ പേരിലാണ് അവനെൻ്റെ കഴുത്തിൽ താലി കെട്ടിയതെങ്കിലും അവനൊരു ഗുണ്ടയാണെങ്കിലും അവൻ്റെ മനസ്സ് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത്രയും അറിവും ബുദ്ധിയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള വിക്രം പിന്നെ ഇങ്ങനെ ഒരു ഗുണ്ടയായി മാറിയത് എന്തുകൊണ്ടായിരിക്കും? അവനെ ഞാൻ മാറ്റിയെടുക്കും. അവൻ്റെ അച്ഛനും അമ്മയും കൂടപ്പറമ്പുകളും എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റം ഞാൻ അവനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവൻ മാറും. അവന് നല്ലൊരു മനസ്സാണുള്ളത്. അവനിങ്ങനെ ഗുണ്ടയായിട്ട് ജീവിക്കേണ്ടവരല്ല. ഈ വേദയുടെ ജീവിതം തന്നെ ഞാൻ വിക്രത്തിനായിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. വിക്രത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി ഒരു നല്ലവനായിട്ട് കാണണം, അവൻ്റെ കൂടെ ജീവിക്കണം. അതൊക്കെ മാത്രമാണ് എൻ്റെ സന്തോഷം. പണമോ സൗകര്യമോ സൗന്ദര്യമോ ഒന്നുമല്ല. വിക്രം മാറണം. ഈ ദേഷ്യവും ബഹളമൊക്കെ അവൻ്റെ മനസ്സിനെ ഏൽപ്പിച്ച എന്തോ മുറിവ് കൊണ്ടാണ്. അത് മാറണം. അതെന്താണെന്ന് അറിയണം. അവൻ്റെ ജീവിതത്തിൽ അവനൊരു വിളക്കായിട്ട് വേണം ഇനി വേദ എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വിക്രത്തിന് ഭയങ്കര സങ്കടം വന്നിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് കേട്ടോ. വിക്രം മനസ്സിൽ വിചാരിക്കാണ്, അവളെ പറഞ്ഞു വിടേണ്ടിയിരുന്നില്ലായിരുന്നു. അവൾ എൻ്റെ കൂടെ വേണ്ടവളാണ്. എനിക്കും അവളെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവളുടെ ജീവിതം കൂടി ഇങ്ങനെ നശിക്കാൻ പാടില്ല. ഏതേലും തെരുവിൽ ആരുടെയും പിച്ചാത്തിപ്പിടി തീരേണ്ടവനാണ് ഞാൻ. അങ്ങനെ ഒരാളുടെ ഭാര്യയായിട്ട് അവൾ വേണ്ട. അവൾക്ക് നല്ലൊരു ജീവിതവും നല്ലൊരു ഭാവിയൊക്കെ ഉണ്ട്. ഞാൻ പക്ഷേ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നു, ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ വിഷമിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്